ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിംഗിൾ പാരൻറ്റിക് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല, ഇപ്പോൾ ഫേസ്ബുക്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ ഞാൻ നോക്കാറില്ല, ജസ്റ്റ് കണക്ട് ചെയ്തിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അതിന് മെസ്സേഞ്ചറോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കാറില്ല. ഓക്കെ, അപ്പോൾ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി മെസ്സേജസ് വരുന്ന സമയത്ത് അതിൽ സിംഗിൾ പാരന്റിങ് നടത്തുന്ന ഗേൾസും ഉണ്ട്, ബോയ്സും ഉണ്ട്, കുറേ അച്ഛന്മാരും ഉണ്ട്, അമ്മമാരും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ എവിടെയും എല്ലാ ബോയ്സും ഒരുപോലെയാണെന്നോ അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്ന് ഞാൻ എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഏതൊരു കാറ്റഗറിയിൽ എടുത്ത് നോക്കുകയാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഒരു വിഭാഗം നല്ലവരും ഉണ്ടാവും, പൊട്ട ആൾക്കാരുണ്ടാവും. ബോയ്സിലാണെങ്കിലും എന്താ പറയുക, ഒരു വിഭാഗം നല്ല ആൾക്കാരുണ്ടാവും, പൊട്ട ആൾക്കാരുണ്ടാവും. നമുക്ക് ഒരു പൊട്ട അനുഭവം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് കുറച്ച് നാളത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും, എല്ലാവരും അങ്ങനെയാണോ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. എന്നിരുന്നാൽ പോലും എല്ലാവരും അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിങ്ങനെ കുറച്ച് അച്ഛന്മാരിങ്ങനെ മെസ്സേജ് ഇടാറുണ്ട്. അച്ഛന്മാരിങ്ങനെ മെസ്സേജ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് സ്റ്റോറി ഞാൻ പറയാം. ഒരാളുടെ വൈഫ് ഇതുപോലെ കുട്ടീനടക്കം ഈ മെസ്സേജ് ഇട്ട ആൾക്കാർ പൊട്ട ഉദ്ദേശത്തോടു കൂടിയല്ല കേട്ടോ, അവർ ജസ്റ്റ് അവരെ സ്റ്റോറി പറയാന്നുള്ള രീതിക്ക് അങ്ങനെ മെസ്സേജ് ഇടുന്നതാണ്. അപ്പോൾ രണ്ട് മൂന്ന് പേര് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവരുടെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കുട്ടികളെ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാമുകന്മാരുടെ കൂടെ പോയ ആൾക്കാരാണ്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ എന്താ ഇങ്ങനെ നമ്മളെ പോലെ കുട്ടികളെ മാത്രം ശരണം വെച്ച് നിൽക്കുന്ന അമ്മമാർക്കൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്കത് അയ്യോ അങ്ങനെയും ആൾക്കാരുണ്ടല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ശരിയാണ്, നമ്മൾ കേൾക്കാറുണ്ട്, മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാരെ കുട്ടികളെ ഉപേക്ഷിച്ച് പോണ ആൾക്കാരൊക്കെ ഞാൻ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു തോന്നും അയ്യോ എന്ത് കഷ്ടമാണ് എന്നുള്ളത്. അതിൽ ഒരാളുടെ മോനെന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് ഷുഗർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഡേ കെയറിൽ വിടാൻ ഇൻസുലിൻ എടുക്കേണ്ട കുട്ടിയായതുകൊണ്ട് ഡേ കെയറിൽ വിടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പെഷ്യൽ സ്കൂൾ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആ സമയത്ത് ആ പുള്ളിക്കാരൻ ചേട്ടനാണോ എന്നെക്കാളും പ്രായം കുറവാണെന്ന് എനിക്കറിയില്ല, നമ്മൾ അന്ന് എപ്പോഴും സംസാരിച്ചതാണ്. അപ്പോൾ ഇൻസ്റ്റ ത്രൂ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കുട്ടിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുട്ടീനെ മാത്രം നോക്കി ജോലിക്ക് പോകാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്ത് സംസാരിച്ച കുറച്ച് നാൾ മുന്നേ ഞാൻ ഫസ്റ്റ് എൻ്റെ കുറച്ച് വീഡിയോസ് റീച്ചായ സമയത്താണ് ഈ ഒരു കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിക്കണേ. അപ്പോൾ അന്ന് ഒരാളോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരാളോട്. അപ്പോൾ ആൾക്ക് മോളാണ്. അപ്പോൾ മോളും ഈ പറയുന്ന പോലെ അത്യാവശ്യം വയസ്സുണ്ട്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാക്സിമം കൊടുത്ത് നോക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും ഇവിടേക്ക് ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം. ചില അച്ഛന്മാർ ഓപ്പണായി പറയും നമുക്ക് പറ്റുന്നില്ല എന്നൊരു കാര്യം, പക്ഷെ നമുക്കത് വിട്ട് കളയാനും പറ്റില്ല എന്നൊരു കാര്യം പറയും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ചേട്ടൻ ഇങ്ങനെ മെസ്സേജ് ഇട്ട്, ചേട്ടനാ തോന്നുന്നു കേട്ടോ, നമ്മളങ്ങനെ ഏജും കാര്യങ്ങളും ചോദിക്കാറില്ല, ജസ്റ്റ് സ്റ്റോറി കേൾക്കാറുള്ളൂ. അപ്പോൾ ഒരു മോളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആ ചേട്ടൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2-3 മാസത്തിന് ശേഷം എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു എൻ്റെ മോൾക്ക് നല്ലൊരു അമ്മേനെ കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നല്ല ഗുഡ് ന്യൂസ് ആണല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ സംസാരിച്ച് അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുന്നാണ് എനിക്ക് മെസ്സേജ് വരുന്നത്, ആ പെണ്ണ് ചതിക്കായിരുന്നു, എൻ്റെ മോളെ നോക്കുന്ന രീതി ശരിയല്ല എന്നുള്ള രീതിക്ക് സംസാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ ഏത് ലൈഫിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും മോളുടെ കാര്യം സേഫ് ആക്കണം എന്നൊരു രീതിക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളുടെ കാര്യം സേഫ് ആക്കിയിട്ടേ ബാക്കിയുള്ളൂ, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആര് വന്നാലും ഞാൻ ഒരു നിലയ്ക്കും സ്വീകരിക്കില്ല, എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ മോളെ നോക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു പോയി, ഒരു കൂട്ടം ആൾക്കാർ, ഇപ്പം ആണായാലും പെണ്ണാണെങ്കിലും സ്വന്തം മക്കളെ പോലും വേണ്ടാണ്ട് സുഖത്തിൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരും, ഒരു വിഭാഗം ആൾക്കാർ അവനാന് കിട്ടേണ്ട ഒരു സന്തോഷവും സുഖവും വേണ്ടാന്ന് പറഞ്ഞ് മക്കൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് രണ്ടും മനുഷ്യഗണത്തിൽ പെടുന്നവർ തന്നെയാണ്. ഈ രണ്ട് കാറ്റഗറിയിലുള്ളവരും മനുഷ്യന്മാർ തന്നെയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്രയും ഞാൻ പറയുകയും ചെയ്തു, അന്ന് ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണല്ലോ മെസ്സേജ് ഇട്ടേ, മോൾക്കൊരു അമ്മേനെ കിട്ടിയെന്നുള്ള രീതിക്കാണല്ലോ മെസ്സേജ് ഇട്ടേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ചതിക്കുമായിരുന്നു, മോളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, പിന്നെ അത് മാത്രമല്ല പുള്ളിക്കാരിക്ക് വേറെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നുള്ള രീതിക്ക് നമുക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ലൈഫിൽ പോകുകയാണെന്നുണ്ടെങ്കിലും മോളെ സേഫ് ആക്കിക്കോളൂ എന്നൊരു കാര്യത്തിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സ്റ്റോറി ഞാൻ കേൾക്കാറുണ്ടായിരുന്നു ആദ്യമേ. ഇത് ഞാൻ പറയുന്നത് ഞാൻ ഇൻസ്റ്റയിൽ എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഒത്തിരി ഗേൾസായിട്ടും ബോയ്സായിട്ടും ഇൻസ്റ്റാ ത്രൂ ആയിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. ഈ ഗേൾസിൽ കൂടുതലും വരുന്നത് ഒരു 18-19 വയസ്സായ കുട്ടികളാണ് വന്നിരുന്നത്. അപ്പോൾ ആ കുട്ടികൾ വന്നിരുന്ന സമയത്തും അവർക്ക് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു മെച്യൂരിറ്റി ആവാത്തൊരു പ്രായത്തിൽ അവരുടെ കയ്യിലൊരു കുഞ്ഞാവുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവർക്കിപ്പോൾ എത്ര വൃത്തികെട്ടവന്മാരാണെങ്കിലും അവരുടെ കൂടെ ജീവിക്കാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാൻ സംസാരിച്ച മിക്ക പെൺകുട്ടികളും വീടില്ല, വീട്ടുകാരെ എതിർത്ത് ഇന്റർ കാസ്റ്റ് മാരേജ് ആയിട്ട് മാരേജ് രജിസ്റ്റർ പോലും ചെയ്യാണ്ട് ഇറങ്ങിപ്പോയിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഈ പറയുന്ന സ്റ്റോറി കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ ഒരു പറയുന്ന വ്യക്തിയുടെ കൂടെ പോകാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവരെ എത്രയൊക്കെ സഹിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പാവം തോന്നും. ആ പിള്ളേർക്ക് വേറെ വഴിയില്ല. പ്രായത്തിൻ്റെതായ ഒരു ഇമ്മെച്യൂരിറ്റി കാരണം എടുത്ത് ചാടിപ്പോയ കുറേ ലൈഫുകളാണ്. അപ്പം അങ്ങനെ കുറേ പേരായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ കുറേ ഇങ്ങോട്ട് മാറിയ സമയത്ത് കുറേ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഒത്തിരി പേരുടെ സ്റ്റോറി കേൾക്കാൻ പോകാറില്ല. അപ്പം ഞാൻ അന്ന് ഈ പറഞ്ഞ പോലെ ഈ സിംഗിൾ പാരൻറ്റിങ് നടത്തുന്ന ഫാദേഴ്സിൻ്റെ ഒരു സ്റ്റോറി ചെയ്യട്ടെ എന്നുള്ളത് ഇതിൽ ഒരാളോട് ഞാൻ ചോദിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ആ പുള്ളിയുടെ കറക്റ്റ് സ്റ്റോറി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് എപ്പോഴും മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ അങ്ങോട്ട് വിട്ടു. അതിന് ശേഷമാണ് ഈ ഒരു ഇത് ഞാൻ അറിയുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ സിംഗിൾ പാരൻറ്റിങ് നടത്തുന്ന സ്ത്രീകളുണ്ടെങ്കിലും അവരെക്കാളും ഒത്തിരി കഷ്ടപ്പാടാണ് ഈ പറയുന്ന അച്ഛന്മാർക്ക് അത് ചെയ്യാനായിട്ട്. ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, ഇപ്പം നിങ്ങൾ ഗേൾസിനെ വെച്ച് നോക്കുമ്പോൾ ബോയ്സിന് ഈ ആണുങ്ങളെന്ന് പറയുന്നവർക്ക് അച്ഛന്മാരെന്ന് പറയുന്നവർക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. അവരിപ്പോൾ അവരുടെ ലൈഫ് ത്രൂ ആയിട്ട് നമ്മളിപ്പോൾ പലരും ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, ഒരു ആണുങ്ങളുടെ സൈക്കോളജി വെച്ചിട്ട് അവർക്ക് ലൈഫ് ത്രൂ ഒരു പെണ്ണ് വേണം എന്നുള്ളത്. ഒന്നുകിൽ അവരുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും, കാമുകിയായിരിക്കും. അതുകൊണ്ടാണ് ഓരോരുത്തർ ഒരു റിലേഷൻഷിപ്പ് കഴിയുമ്പോൾ തന്നെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. കാരണം അവർക്കത് ബാലൻസ് ചെയ്ത് പോകണം. അവർ ഗൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എപ്പോഴും അവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾ മിക്കപ്പോഴും ബോയ്സിന് വേണം. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ഗേൾസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഈ പറയുന്ന അച്ഛന്മാർക്കുണ്ട്. അത് പലരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പലർക്കും അറിയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് സിംഗിൾ മദേഴ്സിൻ്റെ വീഡിയോസ് കാണാറുണ്ട്, സ്റ്റോറി കേൾക്കാറുണ്ട്. ഇപ്പം കുറച്ചും കൂടി സിംഗിൾ ഫാദേഴ്സിൻ്റെ കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 1-2 കണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ചും കൂടി ഏജ്ഡായ കുട്ടികളാണ്. ഇപ്പം എൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ലൂക്ക് അത്രയും പൊടിയാണല്ലോ. പക്ഷെ ഇവരുടെയൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു 6 വയസ്സ് 7 വയസ്സ് ആ ഒരു റേഞ്ചിലൊക്കെയുള്ള മക്കളാണ്. അപ്പം ഈ കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കും ഇവരെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവരോട് സംസാരിച്ച് തുടങ്ങിയ സമയത്താണ് ഇവർ പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. ചില സമയത്ത് നമുക്ക് വേറെ കല്യാണം കഴിക്കണം തോന്നും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. പക്ഷെ അവരെപ്പോഴും ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. അവർ വേറൊരു കല്യാണം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന സമയത്തും അവരുടെ മക്കൾ സേഫ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി അവർ ചിന്തിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പലരും ഇപ്പം ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സെക്കൻഡ് മാരേജിലേക്ക് പോകുന്ന സമയത്ത് സ്വന്തം ഒരു പാർട്ട്ണർ വേണം എന്നതിലുപരി നമ്മുടെ മക്കൾ ഈ പോകുന്ന വ്യക്തിയുടെ അടുത്ത് സേഫ് ആയിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പലരും അത് ചിന്തിക്കാറില്ല. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഒരു കുട്ടീനെ കണ്ടില്ലായിരുന്നോ, ഈ 1.5 വയസ്സായ കുട്ടീനെ കൊന്നൊരു സംഭവത്തിൽ. ഇപ്പോൾ സെക്കൻഡ് മാരേജ് ചെയ്ത സമയത്ത് ആ കുട്ടി അവിടെ സേഫ് ആണോ എന്നുള്ളത് പോലും ആ ലേഡി ചിന്തിച്ചിട്ടില്ല. ആ ലേഡി ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഒരു വേറൊരാളാണ്. ഇപ്പം എൻ്റെ മോൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറൊരു ലൈഫിൽ പോയാലും അതെൻ്റെ മാത്രം മോനാണ്, വേറൊരാളുടെ മോനാവില്ല. അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ലക്കുള്ള ആൾക്കാരായിരിക്കണം. കിട്ടുന്നവരുണ്ട് കേട്ടോ. ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സെക്കൻഡ് മാരേജ് ചെയ്ത് ഒത്തിരി ഹാപ്പി ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതൊക്കെ റയറാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി ഫാദേഴ്സുണ്ട്. ഞാൻ അപ്പോൾ പുള്ളിയോട് സംസാരിച്ച സമയത്ത് പുള്ളി പറയാണ് ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ ഇൻസിഡൻറ്റ് വെച്ചിട്ട് പറയാണ് ഇങ്ങനെയുള്ള ആണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെ കിട്ടും, ഇതുപോലെ നമ്മൾ സിൻസിയറായി നിൽക്കുന്ന ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാണ്. സിൻസിയറായി നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഊള ചെക്കന്മാരും കിട്ടും, സിൻസിയറായി നിൽക്കുന്ന ആണുങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഊള പെണ്ണുങ്ങളെയും കിട്ടും. അതാണ് അത് എന്താ അങ്ങനെ വരുന്നതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഭൂരിഭാഗം ഞാൻ കണ്ടത്
മിക്കത് അങ്ങനെ തന്നെയാണ്. നല്ല ക്യാരക്ടറുള്ള ഒരാൾക്ക് എപ്പോഴും ഓപ്പോസിറ്റ് ഒരു അത്രയും വൃത്തികെട്ട ഒരു പേഴ്സണെ ദൈവം കൊടുക്കുന്നുണ്ട്. അത് പണ്ടുള്ളവർ പറയും എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് കോംപ്രമൈസ് ചെയ്ത് കണ്ടില്ല കേട്ടില്ല വെച്ച് പോകണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രമിക്കുന്നവരുണ്ട്, മാക്സിമം ശ്രമിച്ചിട്ട് പറ്റാണ്ട് ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ നോക്കി സംസാരിച്ച് അല്ലെങ്കിൽ കോംപ്രമൈസ് നോക്കി എന്നിട്ടൊന്നും നടക്കാണ്ട് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ പുള്ളി പറയുകയാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് സത്യം പറഞ്ഞ പെണ്ണുങ്ങളെ കിട്ടുക എന്നുള്ളത്. നമുക്ക് എല്ലാ സമയമാകുമ്പോൾ നല്ല ഒരാളെ കിട്ടും, മോൾക്ക് പറ്റുന്ന ഒരാളെ കിട്ടും എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ഇതുപോലത്തെ ആണുങ്ങളുണ്ട്, അച്ഛന്മാരുണ്ട്. ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ അവരുടെ മക്കളെ അത്രയും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു പറയുന്ന സൊസൈറ്റിയുടെ മുമ്പിലും ഈ പറയുന്ന ലേഡീസ് അനുഭവിക്കുന്ന അതേ ഫേസിലൂടെയാണ് ഇവരും കടന്നു പോകുന്നത്. ഇവരുടെ ചിലപ്പോൾ ഇവരുടെ ലവ് മാരേജ് ആയിരിക്കാം, ഇവരുടെ ഭാര്യ വേറെ ആൾക്കാരുടെ കൂടെ പോകുന്നു. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവര് ചിലപ്പോൾ ഇവരുടെ മാക്സിമം കൊടുത്തിട്ടായിരിക്കും ഇവരുടെ ഭാര്യ വേറെ ആൾക്കാരുടെ കൂടെ പോകുന്നത്. ഈ പറയുന്ന പോലെ ചില ആണുങ്ങൾ പോകുന്ന പോലെ തന്നെയാണ് പെണ്ണുങ്ങളും. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യത്തിലാണ്. നമുക്കൊരു മനസാക്ഷിയുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെ വേണം എന്ന് വെക്കണം, എന്തൊക്കെ വേണ്ടാന്ന് വെക്കണം എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ എന്ന് പറയാനായിട്ടൊരു കുഞ്ഞ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മറന്നിട്ടാണെങ്കിൽ എന്ത് ചെയ്താലും ഇപ്പം ഒത്തിരി ലേഡീസിനെ അങ്ങനെ ഞാൻ കേട്ടു, മക്കളെ വേണ്ടാണ്ട് ഇട്ടിട്ട് പോയിട്ടൊന്ന് വിളിക്കുക പോലില്ല, ഒന്ന് വീഡിയോ കോൾ പോലും ചെയ്യും, ഒന്നും ഇല്ലാണ്ട് അച്ഛന്മാരുടെ കൂടെ കഴിയുന്ന ഒത്തിരി മക്കളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ആ ലേഡീസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തൊക്കെ സുഖത്തിൻ്റെ പുറകെ പോയാലും എന്തൊക്കെ ഇപ്പം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും നാളെ ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാര്യം നിങ്ങൾ ഒരാളെ ചതിച്ചിട്ട് വേറൊരാളുടെ ലൈഫിലേക്ക് പോയിരിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു. നിങ്ങൾ കൂടെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ ലേഡീസ് ഇപ്പൊ സ്വന്തം ഭർത്താവിനെ വേണ്ടാന്ന് വെച്ച് കാമുകൻ ആരോ ഫ്രണ്ട് ആരോ ആയിക്കോട്ടെ ആളുടെ കൂടെ പോകുന്ന സമയത്ത് അയാളുടെ കണ്ണിൽ നിങ്ങൾ എന്ന് പറയുന്നത് മക്കളെ വേണ്ടാത്തൊരു സ്ത്രീ, ഭർത്താവിനെ വേണ്ടാത്തൊരു സ്ത്രീ എന്നുള്ള രീതിക്കാണ് നിങ്ങളെ അവർ നോക്കിക്കാണുന്നത്. അല്ലാതെ നിങ്ങളുടെ എന്താ പറയുക ആത്മാർത്ഥമായ സ്നേഹത്തിന് പുറത്ത് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകുന്നതല്ല. ഒരു ടൈം കഴിയുന്ന സമയത്ത് ഇതെല്ലാം മാറും. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്തോ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക, ഈ പറയുന്ന വേറെ സുഖങ്ങളൊന്നും എപ്പോഴും നിലനിൽക്കുന്നതല്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. നമ്മളിപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നല്ലൊരു ഫാമിലി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് സമാധാനമുള്ള ലൈഫ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ആ ഒരു ജീവിതത്തെ കൊണ്ട് ഒരർത്ഥവും ഇല്ല. നമ്മളിപ്പോൾ എത്ര കാശാണ്, ഞാൻ ഒരുപാട് പേരുടെ ഈ ഇടയ്ക്ക് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വർഷത്തിലാണ് ഞാൻ കുറേ പേരുടെ സ്റ്റോറി കേൾക്കുന്നത്, കുറേ പേരായിട്ട് സംസാരിക്കുന്നത്, കുറേ പേരെ കാണുന്നത്. അതിൽ ഒത്തിരി 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 കാറ്റഗറിയിൽ പെട്ട ആൾക്കാരുണ്ട്. അതിൽ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കാശുണ്ട് പക്ഷെ സമാധാനമില്ല, ഫാമിലി ഉണ്ട് പക്ഷെ സമാധാനമില്ല. അപ്പം എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം ചോദിക്കുന്ന സമയത്ത് ഓരോരുത്തർ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ആഴം നമ്മൾ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. കാരണം നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു നേരം സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? എനിക്ക് പ്രത്യേകിച്ച് മക്കളിട്ടിട്ട് പോകുന്ന ചെറിയ മക്കളൊക്കെ ഇട്ടിട്ട് പോകുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളീ പോകുന്ന സുഖമൊന്നും ശരിക്കുള്ള സുഖങ്ങളല്ല. നാളെ ഇതൊക്കെ നിങ്ങൾ തിരിഞ്ഞടിക്കുന്ന ഒരു സമയം വരും. നിങ്ങൾ ഈ പറയുന്ന ഞാൻ വേറൊരു വശം കൂടി ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന ആൾ നോക്കും എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ആ കുട്ടികളെ ഇട്ടിട്ട് പോകുന്നത്? അല്ലെങ്കിൽ അവരും കൂടി നോക്കിയില്ലെങ്കിൽ എന്താ വല്ല അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തെരുവിലൊക്കെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ കുട്ടികൾക്ക് വരില്ലേ? ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഈ ലേഡീസ് ഈ പറയുന്ന വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാന്ന് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ പിള്ളേരിട്ടിട്ട് പോകാന്നുള്ള ഉദ്ദേശത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും സ്ഥിരമായിട്ടുള്ള സന്തോഷങ്ങളല്ല, ഇതൊക്കെ താൽക്കാലികമാണ്. നാളെ ഇതൊക്കെ മാറിക്കും. നമ്മൾ ഒരു പെണ്ണിൻ്റെ ശാപം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ശാപമുണ്ട്. അവർക്ക് മനസ്സുകൊണ്ട് പോലെ അവർ വിഷമിക്കുമ്പോൾ അത് നമുക്ക് ഏൽക്കും. അത് നിങ്ങളെപ്പോഴും ചിന്തിക്കുക, നിങ്ങളുണ്ടാക്കിയ മക്കളെ നിങ്ങളായിട്ട് ഒരിക്കലും വിട്ടുകളയരുത്.
നാളെ അത് നിങ്ങൾക്ക് തിരിഞ്ഞടിക്കും. അതാണ് ഈ കർമ്മ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒത്തിരി എനിക്ക് ഐ ഫീൽ വെരി റെസ്പെക്ട് ഈ സിംഗിൾ ഫാദേഴ്സിനോട്. എനിക്ക് ഒത്തിരി അവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഒക്കെ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളെ പോലും തിരിഞ്ഞു നോക്കാത്ത അച്ഛന്മാരൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ മോൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അത്രയും അച്ഛന്മാരുണ്ട്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ഈ പിള്ളേരെ ഉണ്ടല്ലോ, എന്താ പറയുക, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ, അതായത് എൻ്റെ മോൻ, എൻ്റെ മോള്, അവളില്ലെങ്കിൽ ഞാനില്ല, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും, അവന് വേണ്ടി എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഐ ഫീൽ വെരി റെസ്പെക്ട്. കാരണം ഇങ്ങനെ ഉണ്ടല്ലോ ആണുങ്ങളെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ആ മക്കൾക്ക് നല്ലത് വരട്ടെ. ഇതുപോലെ ഇട്ടിട്ട് പോവാൻ കാണിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ ഇനിയെങ്കിലും അത് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ മക്കൾ എന്നുള്ളത് ദൈവം തന്നെ ഗിഫ്റ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് തിരിച്ചറിയണം. നിങ്ങളത് മനസ്സിലായി, അല്ലെങ്കിൽ നാളെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇത് സംസാരിക്കണം തോന്നി കുറേ നാളെ ഞാൻ അത് സംസാരിക്കണം വെക്കുന്നു. കാരണം നമ്മളിപ്പോൾ ലേഡീസിനെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കും, അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾസ് കാണും. പക്ഷെ ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവരെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ പലർക്കും അവർ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ പറയണ ഒരു ലേഡി അവരുടെ മക്കളെ നോക്കുന്നേക്കാളും എത്രയോ എഫേർട്ട് എടുക്കണം അവരവരെ കുട്ടികളെ നോക്കാനായിട്ട്. അത് അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സ്പെഷ്യൽ സോൾസാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ, അത്ര പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.